ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 3 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 43-ാം വാക്യം. യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. ന്യായപ്രമാണം പഠിച്ച വ്യക്തിയും മത്സ്യബന്ധനം തൊഴിലാക്കിയ ബത്സയിദാക്കാരനുമായിരുന്നു ഫിലിപ്പോസ്. പുതിയ നിയമത്തിലെ വളരെ ചുരുക്കമായ പരാമർശങ്ങളും സഭാ പാരമ്പര്യങ്ങളും മാത്രമേ അപ്പോസ്തലനായ ഫിലിപ്പോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നുള്ളൂ. ഫിലിപ്പോസ് എന്നത് ഒരു ഗ്രീക്ക് പേരാണ്. കുതിരയുടെ സ്നേഹിതൻ എന്നതാണ് ഈ പേരിൻ്റെ അർത്ഥം. ഫിലിപ്പോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ കർത്താവിൻ്റെ ശിഷ്യനും അപ്പോസ്തലനുമായ ഫിലിപ്പോസും അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിലെ സഭയുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി ശുശ്രൂഷകന്മാരായി അഥവാ ഡീക്കന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലെ ഫിലിപ്പോസും ഒരാൾ തന്നെ ആയിരുന്നോ എന്ന തർക്കം ഇന്നും നിലനിൽക്കുന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 1-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഇതിൽ നിന്നും ഇവർ 2 പേരാണെന്നും കരുതപ്പെടുന്നു. ഫിലിപ്പോസിൻ്റെ ജീവിതത്തിൽ നിന്നും ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് കാര്യവിചാരകത്വവും പ്രായോഗികമായ നിലപാടും. സാധാരണക്കാരനായിരുന്ന ഫിലിപ്പോസ് കർത്താവിനെ അനുസരിക്കുവാൻ തയ്യാറായതിനാൽ അപ്പോസ്തലനായി ഉയർത്തപ്പെടുന്നു. ജീവന്റെ നാഥനും യുഗങ്ങളുടെ പ്രത്യാശയുമായ ക്രിസ്തുവിനെ യേശുവിലൂടെ മനസ്സിലാക്കുവാൻ ഫിലിപ്പോസിന് സാധിക്കുന്നു. യേശുവിനെ ക്രിസ്തുവായി കണ്ട ഫിലിപ്പോസ് ആദ്യം ചെയ്തത് തൻ്റെ സ്നേഹിതനായ നഥനയേലിനെ ക്രിസ്തുവിങ്കലേക്ക് നയിക്കുക എന്നതാണ്. ശിഷ്യത്വത്തിലെ ഒരു വലിയ ഉത്തരവാദിത്വമാണ് ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പകരുക എന്നത്. അങ്ങനെ ഫിലിപ്പോസ് ഒരു മിഷണറിയായി തീർന്നു. മാത്രമല്ല, വ്യക്തിഗത സുവിശേഷ വേല അഥവാ ആളാം പ്രതി സുവിശേഷ വേലയ്ക്ക് അന്ത്രയോസിനെ പോലെ ഫിലിപ്പോസും ഒരു മാതൃകയാണ്. ഫിലിപ്പോസ് ഒരു നല്ല സംഘാടകനും കാര്യനിർവഹണത്തിന് കഴിവുള്ളവനും ആയിരുന്നു. ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പിൻ എന്ന് യേശു പറയുന്നതും തുടർന്ന് അവിടെ അത്ഭുതം നടക്കുന്നതുമായ സംഭവത്തിന് ഫിലിപ്പോസ് സാക്ഷ്യം വഹിച്ചു. അങ്ങനെ യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികൾ ഓരോന്നും ഫിലിപ്പോസിൽ പുതിയ ഉൾക്കാഴ്ചകൾ ലഭിക്കുവാനായിട്ട് ഇടയായി. സാഹചര്യങ്ങൾ പ്രതികൂലമായാലും ദൈവസന്നിധിയിൽ അസാധ്യം എന്ന പദത്തിന് സ്ഥാനമില്ല എന്ന് ഫിലിപ്പോസ് മനസ്സിലാക്കുന്നു. മാത്രമല്ല, വിജാതീയരായ യവനായർക്ക് ക്രിസ്തുവിലേക്ക് എത്തുവാനും ഇവിടെ മുഖാന്തരമാകുന്നത് ഈ ഫിലിപ്പോസ് അപ്പോസ്തലൻ തന്നെയാണ്. രണ്ടാമതായിട്ട് ഈ അപ്പോസ്തലൻ്റെ രക്തസാക്ഷിത്വം. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിനും സ്വർഗ ആരോഹണത്തിനും ശേഷം ഫിലിപ്പോസ് സ്കിത്തിയ, ലിബിയ, ഏഷ്യ, പാർത്തിയ, ഗോൾ എന്നിവിടങ്ങളിൽ സുവിശേഷം പ്രഘോഷിച്ചു എന്നും ഏഷ്യയുടെ പ്രകാശമായിരുന്ന അപ്പോസ്തലൻ 87-ാം വയസ്സിൽ ഹിയരെപ്പോലീസിൽ വെച്ച് തല കീഴായി ക്രൂശിക്കപ്പെട്ട് രക്തസാക്ഷിത്വം വഹിച്ചതായും പറയപ്പെടുന്നു. ഫ്രാൻസിലും അദ്ദേഹം സുവിശേഷ പര്യടനം നടത്തിയതായി കാണുന്നു. എന്നാൽ അപ്പോസ്തലനായ ഫിലിപ്പോസിൻ്റെ അപ്പോസ്തലിക ചിഹ്നം കുരിശും കൊട്ടയുമാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച സംഭവത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ചിഹ്നം എന്നും കരുതപ്പെടുന്നു. അങ്ങനെ തൻ്റെ പ്രായോഗിക ജീവിതത്തെ ആത്മീയ ദർശനത്തിലേക്ക് പരിവർത്തനം ചെയ്ത ഫിലിപ്പോസ് അപ്പോസ്തലൻ ഇന്ന് നമുക്കും ഒരു മാതൃകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അപ്പോസ്തലൻ്റെ ജീവിതത്തിലൂടെ അസാധ്യതകൾക്ക് അവിടുത്തെ സന്നിധിയിൽ സ്ഥാനമില്ല എന്ന് ഒരിക്കൽ കൂടെ തിരിച്ചറിയുവാനും സാധ്യതകളുടെ തമ്പുരാനിലേക്ക് അഭയം കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.